ചില ഇടവേളകളിൽ അവൾ എന്നോടും ഞാൻ അവളോടും ചോദിച്ചിരുന്നു നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന്. രണ്ട് ഭാഗത്തും ഉത്തരം മൗനമായിരുന്നു. ആ മൗനങ്ങൾക്കിടയിൽ പിന്നെയും ആ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇനി കാത്തിരിപ്പാണ്. ഒരിക്കൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ പ്രിയ സൗഹൃദം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിനത്തിനായുള്ള കാത്തിരിപ്പ്. മിഴിനീര് കടലിൻ്റെ തിര തന്നിലുലയാതെ ദുനിയാവിനറ്റത്തു പോകാം. വീണ്ടും അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് യാദൃശ്ചികമായിട്ടായിരുന്നു. കുറേ നാളുകൾക്കപ്പുറം പരസ്പരം അകലെയായിപ്പോയ ഞങ്ങളെ തിരികെ ചേർത്ത് വെച്ചത് അവൾ എനിക്ക് അയച്ച സൗഹൃദ സന്ദേശങ്ങളും. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ അവളിലേക്ക് അടുക്കുകയാണോ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. കഴിഞ്ഞുപോയ സ്കൂൾ കാലഘട്ടത്തിൽ ആ സൗഹൃദത്തിനിടയിൽ എവിടെയോ ഒരു പ്രണയം ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാവാം ഈ നിമിഷം അവൾ എൻ്റേത് മാത്രമാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുതുകരകൾ തേടാം, പുലരൊളികൾ കാണാം, പ്രേമിച്ചു പ്രേമിച്ചു ജീവിച്ചിരിക്കാം. सितारों से सजी हंसी ये शाम है, इसका मिजाज भी कुछ और है. थाम कर तुझे इन बाहों में रख लूं मैं अब यूं ही उम्र भर. तुझसा हंसी इस जहां में न कोई मिले. അനിയത്തിയുടെ എൻഗേജ്മെന്റ് ആണെന്ന് അവരങ്ങനെ എൻഗേജ്ഡ് ആവുന്നു. ജസ്മിനും ഹെലീനയും ഒക്കെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഫെബ്രുവരി മാസം 14-ാം തീയതി ഞായറാഴ്ച ഈ പ്രദേശമാണ് ആരാണ് ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞത്? ആരാണ് ആദ്യമായിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞത്? ഹെലീന നോക്കി. ജസ്റ്റിന് ആരും പറഞ്ഞു? ആരാന്ന് പറഞ്ഞ ഹെലീന നോക്കി. ഹെലീനയ്ക്ക് ആൻസർ കിട്ടി. ഡാൻസ് കളിക്കും. ചേച്ചിയുടെ മെയിൻ പാട്ട്. അതെ, പാവാടൊക്കെ കറക്കിയിട്ട് ഒരയച്ചുണ്ട്. ജസ്വിനും പപ്പയുടെ മമ്മിയുടെ എല്ലാ ആശംസകളും. Sunlight falls on the sea, morning's kiss in the ocean's breeze, like a whale song. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ എൻ്റെ ചേട്ടനാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരും ഇല്ല. അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കിട്ടിയ ഞങ്ങളുടെ രണ്ട് മക്കളും അങ്ങനെ തന്നെ. അതിന് മൂത്തവനാണ് ജസ്റ്റിൻ. ജസ്റ്റ് ഞങ്ങൾ പെണ്ണ് കാണാൻ തന്നെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു വർഷത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ അത്യാവശ്യം അങ്ങോട്ടും കാണുകയും ഒരേ ഒരു ലെറ്റർ അത് ഇപ്പോഴും വീട്ടിലുണ്ട്. അത് മക്കളും വായിച്ചിട്ടുണ്ട്. അന്ന് കൊടുത്ത ഒരു ശംഖ് ഇപ്പോഴും ഉണ്ട്. അതായത് 28-29 വർഷമുണ്ടോ കന്യാകുമാരി ഒരു ശംഖ് ഞങ്ങൾ തമ്മിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ട ആ ഗ്യാപ്പിലാണ്
അതുവരെ ഞാൻ ഇവരെ ഇതാണ് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഇവർ ചോദിക്കുക എന്താ നിങ്ങളുടെ ഇതിൻ്റെ ബോണ്ട് എന്താണെന്ന് ചോദിക്കുന്നത്. ഇതാണ് അതിൻ്റെ just our hearts beating as one. Hero fire, you had my heart. ജസ്മിനെ കെട്ടോന്ന് ഞങ്ങളിങ്ങനെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കി വെക്കില്ലേ, അതാണ് ഞങ്ങൾ നോക്കി വെക്കാൻ പോണത് പള്ളിയിൽ. Give me one night under a painted sky. Give me time to hold you. 'Cause everything's clear whenever you are near. You gotta know I won't ever let you go. Always holding on to you. പിന്നെ ഞാൻ ഇങ്ങനെ പറയണതിന്റെ കാരണം എന്താ അറിയാമോ, അവക്കൊരു എനർജി കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ വേണ്ട. ಈ ಮಂಗಲ ಕಡಿಯ എൻ്റെ ഏതാവശ്യത്തിനും എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ജസ്റ്റിൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഞാൻ വേറെ ആൾക്കും ഒരാളുടെ വേറൊരു ഫങ്ഷന് ഇതേപോലെ ഓടി നടന്നിട്ടില്ല. വെഡിങ് എന്ന് പറഞ്ഞാൽ മരണം വരെ നമുക്ക് ചേരണം. വെഡിങ് വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഹാപ്പി മാരേജ് ലൈഫ് വെറുതെ പറയുന്നത്.